السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. اللهم صل على محمد وآله وصحبه أجمعين. ما بعد. പ്രിയപ്പെട്ട സാധുമാരെ, സഹോദരന്മാരെ, മഞ്ചേരിയിൽ നിന്നും ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ ഒരു അനുസ്മരണ ചടങ്ങ് ലൈവായി നമുക്ക് കിട്ടുകയുണ്ടായി. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് എക്കാലത്തും ആവേശം പകർന്നു നൽകിയ, പാണ്ഡിത്യത്തിന്റെ ഗർവില്ലാത്ത വിനീതനായ ഒരു പണ്ഡിതനായിരുന്നു മഹാനായ നാട്ടിക ഉസ്താദ് എന്ന വസ്തുത ബഹുമാനപ്പെട്ടവരെ നേരിട്ട് കേട്ടവർക്കോ ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം ഏതെങ്കിലും ഒരു പ്രസംഗത്തിന്റെ ക്ലിപ്പ് കേട്ടവർക്കോ പോലും മനസ്സിലാക്കാൻ സാധിക്കും. ബഹ്റൈനിലെ അസീസ് ഉസ്താദ് സുഖമില്ലാത്ത നാട്ടിൽ പോവുകയാണെന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകട്ടെ. CP സൈദലവിയുടെ പ്രസംഗത്തിന്റെ ഒരവസാന ഭാഗം മാത്രമാണ് എനിക്കിന്ന് കേൾക്കാൻ സാധിച്ചത്. വളരെ വികാരഭരിതനായിക്കൊണ്ടാണ് CP സംസാരിച്ചിരുന്നത്. കാരണം CP സൈദലവിയുടെ ജീവിതത്തിൽ നാട്ടിക ഉസ്താദിനെ ഒരിക്കലും ഒരു പണ്ഡിതൻ എന്ന നിലക്ക് ബഹുമാനിച്ച് മാറ്റി നിർത്തപ്പെടുന്ന ഒരവസ്ഥയല്ല ഉണ്ടായിരുന്നത്. മറിച്ച് ഒരേ ബെഞ്ചിലിരുന്നു കൊണ്ട് പരസ്പരം തമാശ പറയുകയും ചന്ദ്രികയുടെ മലപ്പുറം ബ്യൂറോയിൽ മിക്കവാറും എല്ലാ സമയങ്ങളിലും ചെല്ലുകയുമൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, ഒരു കൂട്ടുകാരനാണ് CP സൈദലവിയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട നാട്ടിക. ഏതായിരുന്നാലും അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിയാണ്, നമുക്കതിനെക്കുറിച്ചൊന്നും പറയാൻ അവകാശമില്ല. പക്ഷെ നാം ആഗ്രഹിച്ചു പോവുകയാണ് പലപ്പോഴും. പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ സാന്നിധ്യം അറിയാതെ നമ്മളൊക്കെ വീണ്ടും ആഗ്രഹിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകളുടെ ബർസഖി ജീവിതം സ്വർഗീയമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഇന്ന് പറമ്പിൽ പീടികയിൽ സുന്നത്ത് ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ച ദിവസമാണ്. സത്യത്തിൽ അത് എന്ന് വോട്ടെടുപ്പ് നടന്നിരുന്നെങ്കിലും ഉണ്ടാകാവുന്നതായിരുന്നു. വോട്ടെടുപ്പ് നീണ്ടു, അതുകൊണ്ട് ആ വിജയപ്രഖ്യാപനം നമുക്ക് കുറച്ച് വൈകിയാണ് അറിയാൻ സാധിച്ചത്. 502 ആളുകൾ, കുടുംബങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ 490 കുടുംബവും ഒരു പക്ഷത്തും ബാക്കി വരുന്ന 12 ആളുകൾ മാത്രം ഒരു ഭാഗത്തുമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ലോകത്ത് ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇതിനെന്ത് ഭൂരിപക്ഷമെന്നാണ് പറയാ എന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. പരമാവധി നമ്മൾ പറയല് മൃഗീയ ഭൂരിപക്ഷം എന്നാണ്. മൃഗീയ ഭൂരിപക്ഷം എന്നൊന്നും ഇതിന് പറഞ്ഞാൽ പോരാ. ഇങ്ങനെ നാണം കെടാൻ മാത്രം എന്തിനീ കൂട്ടർ അവിടെയൊക്കെ പിടിച്ചു നിൽക്കുന്നു എന്നാണ്, അല്ലെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്നാണ് നമുക്കൊന്നും മനസ്സിലാകാത്തത്. എന്തുകൊണ്ടിങ്ങനെ നാണം കെടുന്നു എന്നതിന് നമുക്ക് മറുപടിയുണ്ട്. അത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാരഥന്മാരായ നമ്മുടെ ഗുരുക്കന്മാരുടെയും മനസ്സിനെ വേദനിപ്പിച്ചതുകൊണ്ട് തന്നെ, അവരുടെ പ്രാർത്ഥന ഫലിച്ചതിന്റെ ഫലം തന്നെ എന്ന് നമുക്ക് മറുപടിയുണ്ട്. പക്ഷെ ഈ കൂട്ടർ എന്നിട്ടും എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നതാണ് നമുക്കിപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. അവർക്കറിയാമായിരുന്നല്ലോ അവർക്കാകെയുള്ള ആളുകൾ 12 ആളുകളാണെന്ന്.
92 കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ആകെ 12 ആളുകളുടെ പിന്തുണയെ തങ്ങൾക്കുള്ളൂ എന്ന് അറിയാമായിരുന്നിട്ടും എന്തിന് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ? ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ടൗണിലെ ഓട്ടോറിക്ഷയുടെ പോലെ ഇങ്ങനെ കറങ്ങി നടന്ന് കണ്ടാൽ ആകെ 10-15 ഉണ്ടാവുള്ളൂ, കണ്ടാത്തൊന്നും കൂടെ മുഴുവൻ ഓട്ടോറിക്ഷയാണ്. ആ രൂപത്തിൽ എന്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നതാണ് വിനീതമായി നമുക്ക് അവരോട് ചോദിക്കാനുള്ളത്. ഞാൻ അത് പറയാനല്ല ഇപ്പോൾ ഉദ്ദേശിച്ചത്. പള്ളിക്കൽ ബസാർ എന്നുള്ളത് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ ഒരു വലിയ വിജയപ്രഖ്യാപനം നടന്ന പ്രദേശമാണ്. ആയിരത്തി 1978 പള്ളിക്കൽ ബസാറിനടുത്ത് ഏകദേശം അടുത്ത് പറമ്പിൽ പീടികയിൽ ഇസ്സുന്നി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അക്കാലത്ത് അങ്ങിങ്ങായി കേരളത്തിൽ ഒച്ചപ്പാടുണ്ടാക്കിയിരുന്നു. അവർക്കൊരു കയ്യെഴുത്തു മാസികയുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചില പണ്ഡിതന്മാരുടെയൊക്കെ കൈകളിൽ സുന്നത്ത് ജമാഅത്തിനെ വളരെ ഇന്നത്തെ വിഘടിത വിഭാഗങ്ങളെപ്പോലെ ഒറ്റനോട്ടത്തിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന രൂപത്തിലായിരുന്നു ആ കയ്യെഴുത്തു മാസികയൊക്കെ ഉണ്ടായിരുന്നത്. സുന്നി പ്രസ്ഥാനക്കാർ സത്യത്തിൽ അന്ന് മുജാഹിദ് ജമാഅത്തുകാർക്ക് ഏണിവെച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് നടത്തിയിരുന്നത്. ജമിയത്ത് സുന്നിയ എന്നായിരുന്നു യഥാർത്ഥത്തിൽ അവരുടെ പേര്. ഇസ്സുന്നി പ്രസ്ഥാനം എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്. മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനക്കാരുടെ വാദം പോലെ തന്നെ ജുമയുടെ ഖുതുബ പ്രാദേശിക ഭാഷയിലാകാം എന്നതായിരുന്നു അവരുടെ ഒരു വികലമായ വാദം. കൊടിയത്തൂർക്കാരനായ ഒരാളായിരുന്നു അതിന്റെ മുന്നിൽ നിന്നിരുന്നത്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഒരിക്കൽ അവർക്കെതിരെയുള്ള ഒരു പ്രസംഗത്തിൽ ഷെയ്ഖ് സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഷറഹുൽ കബീർ എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ജുമാ ഖുതുബ പ്രാദേശിക ഭാഷയിലാക്കാൻ കഴിയില്ല, അറബിയിൽ തന്നെ ആയിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് സമർത്ഥിക്കുകയുണ്ടായി. നേരത്തെ സൂചിപ്പിച്ച കൊടിയത്തൂർക്കാരൻ മൗലവി പറമ്പിൽ പീടികയിൽ വന്നുകൊണ്ട് നാട്ടിക ഉസ്താദിനെ എതിർത്തത് സക്കരിയൽ അൻസാരി എന്നവർക്ക് ഷറഹുൽ കബീർ എന്ന ഒരു ഗ്രന്ഥം തന്നെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പിറ്റേ ദിവസം നാട്ടിക ഉസ്താദ് നമ്മുടെ പ്രവർത്തകരുടെ ആവശ്യപ്രകാരം അവിടെ പ്രസംഗിക്കുകയും മേശപ്പുറത്ത് ഒരു കിതാബ് വെച്ചുകൊണ്ട് സക്കരിയൽ അൻസാരി എന്നവർക്ക് ഷറഹുൽ കബീർ എന്ന പേരിലൊരു ഗ്രന്ഥമില്ലെന്ന് പറഞ്ഞവരെ ഞാൻ ആണത്തത്തോടെ വെല്ലുവിളിക്കുന്നു. ഇതാ ഈ ഇരിക്കുന്നത് പ്രസ്തുത കിതാബാണ്, ആർക്ക് വേണമെങ്കിലും മറിച്ചു നോക്കാം. പക്ഷേ ഒരേ ഒരു നിബന്ധനയാണുള്ളത്, ഇത് ഷറഹുൽ കബീർ ആണെന്ന് ബോധ്യപ്പെട്ടാൽ ഇസ്സുന്നി പ്രസ്ഥാനം എവിടെ വെച്ച് പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞു. കാരണം അവർ നടത്തിയ വെല്ലുവിളി അത്തരത്തിലുള്ളതായിരുന്നു. ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബാറത്ത് വായിച്ച ഒരു ഗ്രന്ഥം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. മേശപ്പുറത്തൊരു കിതാബ് വെച്ചിട്ട് ഈ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞ കിതാബാണ്, ആർക്ക് വേണമെങ്കിലും വന്ന് മറിച്ചു നോക്കാം.
ഇത് ഷറഫുൽ കബീറാണെന്ന് ബോധ്യപ്പെട്ട പിന്നെ ഇസുന്നി പ്രസ്ഥാനം ജമിയത്തു സുന്നിയ എന്ന പ്രസ്ഥാനം പിരിച്ചുവിട്ടതായി ഇവിടെ വെച്ച് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞപ്പോ പിന്നീട് ആ പ്രസ്ഥാനത്തിന്റെ അനുഭാവികൾ പോലുമായിട്ട് ഒരാൾക്കും മുന്നോട്ട് വരാൻ സാധിച്ചില്ല എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ ജൈത്രയാത്രയിൽ നടന്ന ഒരു വലിയ സംഭവമായിരുന്നു. അതുപോലെ തന്നെ 1985 പണ്ഡിതൻ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി ഉടലെടുക്കുന്നത് അവർ ശക്തി പ്രാപിച്ചതുമൊക്കെ വളാഞ്ചേരിയിലാണ്. അവിടെ ഒരു മുൻഷിയായിരുന്ന മൗലവിയാണ് അബുല്ലാല മൗദൂദിയെ നേരിട്ട് പോയി കാണുകയും അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും അങ്ങനെ കേരളത്തിൽ തന്റെ നാട്ടിൽ അഥവാ വളാഞ്ചേരിയിൽ വന്ന് അടുത്ത പ്രദേശത്തൊക്കെയുള്ള മുൻഷിമാരെ സംഘടിപ്പിച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ വേരുണ്ടാക്കുകയും ചെയ്തത് അദ്ദേഹമായിരുന്നു. ആയിരത്തി 1986 ജുമുഅക്ക് മുമ്പ് റവാത്തിബില്ല എന്നൊരു വാദവുമായിട്ടാണ് അയാൾ രംഗത്ത് വന്നത്. ജുമുഅക്ക് മുമ്പുള്ള റവാത്തിബ് സത്യത്തിൽ ഒരു സുന്നത്തായ കർമ്മമാണ്. പക്ഷേ കാര്യം സുന്നത്തായ ഒരു അമലിനെ കുറിച്ചാണെങ്കിലും നാട്ടിൽ ആളുകൾക്കിടയിൽ അത് വലിയ ഒച്ചപ്പാടായി പ്രശ്നമായി. ആളുകൾ അക്കാലത്ത് സമാദരണീയനായ കോട്ടുമല ഉസ്താദിന്റെ അടുക്കൽ വന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോട്ടുമല ഉസ്താദ് അവറുകൾ നവറല്ലാഹു തആല മർഖദഹു ആമീൻ വന്ന ആളുകൾക്ക് അങ്ങനെ ഒരു നിസ്കാരമുണ്ട് എന്ന് ശാഫി മദ്ഹബിലെ ഗ്രന്ഥങ്ങളുടെ ഇബാറത്തുകൾ കേൾപ്പിച്ചുകൊണ്ട് അവർക്ക് ബോധ്യപ്പെടുത്തി. വന്ന ആളുകൾക്ക് കാര്യം ബോധ്യപ്പെട്ടു. പക്ഷേ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്താമല്ലോ. അവരുടെ ആവശ്യമനുസരിച്ച് കോട്ടുമല ഉസ്താദ് നേരിട്ട് പോകേണ്ടതില്ല എന്നതിനാൽ കോട്ടുമല ഉസ്താദിന്റെ മകനായ ഇന്നത്തെ സമസ്തയുടെ ജോയിന്റ് സെക്രട്ടറിമാരിൽ പ്രമുഖനായ ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാരെയും നമ്മുടെ പണ്ഡിതന്മാരിൽ അതിവിനീതനായ ബഹുമാനപ്പെട്ട MT അബ്ദുള്ള മുസ്ലിയാരെയും നാട്ടിക ഉസ്താദിനെയും പറഞ്ഞയച്ചു. ബഹുമാനപ്പെട്ട MT ഉസ്താദാണ് സംസാരിക്കാൻ തുടങ്ങിയത്. MT ഉസ്താദ് നമുക്കൊക്കെ അറിയാം. MT ഉസ്താദ് വളരെ വിനയത്തോടുകൂടെയാണ് സംസാരിക്കുക. മലപ്പുറത്ത് തലാഖ് സംവാദം, വളപുരം തലാഖ് സംവാദം നടന്നപ്പോഴൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട MT ഉസ്താദിന്റെ സംസാരത്തിന്റെ രീതി കേട്ടതാണ്. പേരോട് അപ്പുറത്ത് നിന്നിങ്ങനെ അലമുറയിടുമ്പോ എന്തിനാണ് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട MT ഉസ്താദ് ഇപ്പുറത്തുനിന്ന് പറഞ്ഞിരുന്നത്. എന്തിനാണ് കുട്ടി വളരെ പതിഞ്ഞ സ്വരത്തിൽ വളരെ വിനയത്തോടുകൂടി, എന്നാൽ ഇബാറത്തുകളൊക്കെ കൃത്യമായി ഉദ്ധരിച്ചു ആളുകൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ. പക്ഷേ ആവേശം മുന്നിൽ കയറി നിൽക്കുന്ന ചില ആളുകൾക്ക് ഉസ്താദിന്റെ സംസാരം അതിന്റെ 100% അർത്ഥവശങ്ങളിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ആവേശം മുന്നിൽ നിന്നാൽ അങ്ങനെയാണ്, കാര്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പുറത്തുനിന്ന് പേരോട് ഇങ്ങനെ ഒച്ചയിട്ട് അലമുറയിട്ട് സംസാരിക്കുമ്പോൾ പതിഞ്ഞ സ്വരത്തിലാണ് ഇപ്പുറത്തുനിന്ന് ബഹുമാനപ്പെട്ട MT ഉസ്താദ് മറുപടി പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ടവരുടെ പണ്ടേയുള്ള ശൈലിയാണ്. അങ്ങനെ ഈ വിഷയത്തിലും ബഹുമാനപ്പെട്ട MT ഉസ്താദ് കാര്യങ്ങളെ വിശദീകരിച്ച് സംസാരിക്കുമ്പോൾ മറുപക്ഷത്തുള്ള നേരത്തെ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയുടെ
പ്രാദേശിക നേതാവായ അദ്ദേഹം, പ്രാദേശിക നേതാവ് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിൽ വേരുകളുണ്ടാക്കിയത് അദ്ദേഹമാണ്. ജുമാക്ക് മുമ്പ് അങ്ങനെ ഒരു നിസ്കാരമില്ല എന്ന് മാത്രമാണ് അദ്ദേഹം പറയാം. ബഹുമാനപ്പെട്ട എം ടി ഉസ്താദ് ചോദിച്ചു, ഇല്ല എന്നതിന് നിങ്ങളുടെ അടുത്ത് വല്ല തെളിവുണ്ടോ? അപ്പോഴും അയാള് അങ്ങനെ ഒരു നിസ്കാരമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആളുകളെ വട്ടം കറക്കുന്ന ഒരവസ്ഥാവിശേഷമുണ്ടായി. കുറെ നേരം ഇതിങ്ങനെ തുടർന്നപ്പോ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ കുറെ നേരമായി ആളുകളെ കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്, ആയതുകൊണ്ട് അറിയുമെങ്കിൽ തെളിവ് പറയുക, അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയുക, അല്ലെങ്കിൽ പറയില്ലെന്ന് പറയുക എന്ന് പറഞ്ഞതോടുകൂടി പിന്നെ അദ്ദേഹത്തിന് ഒരക്ഷരം മിണ്ടാൻ സാധിക്കാതെ ആ സംഭവം അവിടെ അവസാനിക്കാനുണ്ടായത്. ഒന്നുകിൽ നിങ്ങൾ തെളിവ് പറയാ, അല്ലെങ്കിൽ അറിയില്ല എന്ന് പറയാ, അല്ലെങ്കിൽ പറയില്ല എന്ന് പറയാ, ഇതേതെങ്കിലും ഒന്ന് പറഞ്ഞേ നിങ്ങളെ വിടൂ എന്ന് പറഞ്ഞപ്പോ പിന്നെ അദ്ദേഹത്തിനൊന്നും പറയാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാവുകയും ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ ഓരോ പ്രശ്നങ്ങളിലുമുള്ള ഇടപെടലുകൾ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരിക്കൽ ജാമിഅ നൂരിയ അറബി കോളേജിന്റെ വാർഷികം നടക്കുന്ന സമയത്ത് ഞാൻ മൈക്കിലുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതോ ഉണ്ടല്ലേ? ഓക്കെ. ആയിരത്തി 1983 അന്ന് മലപ്പുറം ജില്ലാ സമ്മേളനം, മലപ്പുറം ജില്ലാ സുന്നി ജനസംഘത്തിന്റെ സമ്മേളനം നടക്കുകയാണ്. മലപ്പുറം ജില്ലാ സുന്നി സമ്മേളനം. അതിന് ചുങ്കത്ത് പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജിന്റെ അവിടെയുള്ള മൂന്നും കൂടിയ സ്ഥലത്ത്, പട്ടിക്കാട് ചുങ്കം, അവിടെ വെച്ച് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഈ സുന്നി സമ്മേളനത്തിന്റെ പ്രചരണ സമ്മേളനത്തിൽ കാര്യമായി ജമാഅത്തെ ഇസ്ലാമിയുടെ വാദഗതികളെ എതിർത്തുകൊണ്ടാണ്, അവരുടെ പാഠപുസ്തകങ്ങളിലുള്ള തെറ്റായ ആശയങ്ങളെ എതിർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് സംസാരിച്ചത്. നാട്ടിക ഉസ്താദിന്റെ പ്രസംഗ ശൈലി തന്നെ നിങ്ങളൊക്കെ കേട്ടാൽ മനസ്സിലാകും. മറ്റു പല പ്രഭാഷകരെയും പോലെയല്ല നാട്ടിക ഉസ്താദിന്റെ സംസാരം. നാട്ടിക ഉസ്താദ് ഏതൊരു വിഷയം അവതരിപ്പിക്കുകയാണെങ്കിലും ആ വിഷയം പഠിച്ച് അതിൽ കൃത്യമായ ഭാഗങ്ങൾ മാത്രമാണ് സംസാരിക്കുക. ഏതൊരു വിഷയം സംസാരിക്കുമ്പോഴും അങ്ങനെയാണ്. ഒരു പണ്ഡിതൻ എന്ന നിലക്ക് സംസാരിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ പോലും ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ആ വിഷയങ്ങളിൽ പ്രാവീണ്യം നേടിയവരെക്കാൾ വളരെ ഭംഗിയായി അവതരിപ്പിച്ചത് നമുക്കൊക്കെ അറിയാം. ശരീഅത്ത് സമ്പാദക്കാലത്ത് സംഭവിച്ചത് അതാണ്. ഇന്ത്യയുടെ ഭരണഘടന, അതിൽ മുസ്ലിങ്ങൾക്ക് നൽകുന്ന പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചൊക്കെ ഭരണഘടനയുടെ ഖണ്ഡികയും പേജ് നമ്പറുമൊക്കെ കൃത്യമായി പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് കാര്യങ്ങളെ വളരെ എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിക്കുമായിരുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹം സത്യത്തിൽ ഭരണഘടന എന്നൊക്കെ, ഇന്ത്യയുടെ ഭരണഘടനയെക്കുറിച്ചൊക്കെ, അതിലുള്ള മുസ്ലിങ്ങളുടെ അവകാശത്തെക്കുറിച്ചൊക്കെ ആദ്യമായി കേൾക്കുന്നത് ഒരുപക്ഷെ നാട്ടിക ഉസ്താദിന്റെ പ്രസംഗത്തിലൂടെയായിരിക്കും. ഇന്ത്യയുടെ ഭരണഘടന അതൊക്കെ വക്കീലന്മാർക്ക് ഉപയോഗിക്കാൻ മാത്രമുള്ള ഒരു റഫറൻസ് എന്ന നിലക്കാണ് പലപ്പോഴും മിക്കവാറും എല്ലാവരും മനസ്സിലാക്കിയിരുന്നത്. അത് സാധാരണ ജനങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അവതരിപ്പിച്ചു കൊടുത്തായിരുന്നു നാട്ടിക ഉസ്താദ് തന്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരുന്നത് ശരീഅത്ത് സമ്പാദക്കാലത്ത്. ഇവിടെ 1983 ചുങ്കത്ത് നടത്തിയ പ്രഭാഷണത്തിൽ
ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് സഹാബത്ത് ബിദ്അത്ത് ചെയ്യുന്നവരാണ് എന്ന മൗദൂദി പാഠപുസ്തകത്തിലുള്ള മദ്രസ പാഠപുസ്തകത്തിലുള്ള കാര്യം അവിടെ എടുത്തു പറയുകയും ആ പുസ്തകം അതിന്റെ പേജ് നമ്പറൊക്കെ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് തന്റെ പ്രസംഗം അവസാനിപ്പിച്ച് മറ്റെവിടെയോ ഒരു പരിപാടിക്ക് വേണ്ടി വേഗം അവിടുന്ന് പോവുകയും ചെയ്തു. നാട്ടിക ഉസ്താദ് പോയ ഉടനെ പ്രദേശത്തുകാരനായ ഒരു ജമാഅത്തുകാരൻ നാട്ടിക ഉസ്താദ് പറഞ്ഞ ആ പുസ്തകവും പിടിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് വന്നിട്ട് അപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളോട് പറഞ്ഞു, ഇതാണ് നാട്ടിക മൂസ മുസ്ലിയാർ പറഞ്ഞ പുസ്തകം, ഇതിൽ അദ്ദേഹം പറഞ്ഞതുപോലുള്ള ഒരു കാര്യം പറയുന്നേ ഇല്ല, അങ്ങനെ ഒരു വിഷയമേ ഇതിൽ പ്രതിപാദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ പണ്ഡിതന് തൽവിഷയകമായി കൂടുതൽ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാത്ത ഒരാളായിരുന്നതുകൊണ്ട് അതിന് മറുപടി പറയാൻ സാധിക്കാതിരിക്കുകയും ചെയ്തു. അത് മുതലെടുത്തുകൊണ്ട് ജമാഅത്തുകാർ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തുകയും സുന്നികളെ വളരെ മോശമായി ആളുകൾക്കിടയിൽ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് വിവരമറിയുകയും പിറ്റേ ദിവസം തന്നെ എല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ചുങ്കത്ത് പരിപാടി സംഘടിപ്പിക്കുകയും ബഹുമാനപ്പെട്ട ഉസ്താദ് സംസാരം ആരംഭിക്കുകയും അങ്ങനെ തലേ ദിവസം പറഞ്ഞ ആ പുസ്തകം പൊക്കിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ, ഞാൻ പറഞ്ഞ പേജിൽ, ഞാൻ പറഞ്ഞ വരിയിൽ, ഞാൻ പറഞ്ഞ വിഷയം ഇല്ലെന്ന് തെളിയിക്കാൻ ഉമ്മയുടെ മുലപ്പാട് കുടിച്ചു വളർന്നവനുണ്ടെങ്കിൽ മുന്നോട്ട് വരട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് വളരെ ആർജവത്തോടുകൂടി വെല്ലുവിളിച്ചപ്പോ സത്യത്തിൽ ആ വെല്ലുവിളി സ്വീകരിച്ച് മുന്നോട്ട് വരാൻ ഒരു ജമാഅത്തുകാരനും ഉണ്ടായില്ല. അപ്പൊ നേരത്തെ തലേ ദിവസം അദ്ദേഹം സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന പുസ്തകം അതിന്റെ പുതിയ പതിപ്പായിരുന്നു, അതിൽ ആ വിഷയം ഇല്ലായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ കയ്യിലുള്ള പഴയ പതിപ്പിൽ നാട്ടിക ഉസ്താദ് പറഞ്ഞതുപോലെ സഹാബത്ത് തെറ്റു ചെയ്യുന്നവരായിരുന്നു എന്ന് സമർത്ഥിക്കുന്ന ഭാഗം ജമാഅത്തുകാരന്റെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു. പരിഷ്കരിച്ച പുതിയ പതിപ്പ് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് നാട്ടിക പറഞ്ഞ പുസ്തകമാണിത്, ഇതിൽ ആ വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ അവർ സാധാരണക്കാരായ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും നാട്ടിക ഉസ്താദ് വളരെ ആർജവത്തോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് കേരളത്തിലെ സുന്നി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ അഭിമാനമുണ്ടാക്കി കൊടുക്കുകയും ആവേശമുണ്ടാക്കി കൊടുക്കുകയും അതോടൊപ്പം സമസ്തക്കും കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമൊക്കെ വളരെയേറെ നാട്ടിക ഉസ്താദിന്റെ നിലപാടുകളും നാട്ടിക ഉസ്താദിന്റെ സമീപനവും ഒക്കെ വളരെയേറെ സഹായകവും താങ്ങും ആയിരുന്നു എന്ന വിഷയത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാകാനിടയില്ല. കൊട്ടപ്പുറം സംവാദം എല്ലാവരും കേട്ടുകാണുന്ന ഒരു വിഷയമാണ്. 40 വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ ആ പരിപാടി നേരിട്ട് പങ്കെടുത്തവരുമായിരിക്കാം. ഞാനന്ന് നാട്ടികയിൽ ദർസിൽ പഠിക്കുന്ന കാലാണ്, ഓതാൻ പോയി 1 കൊല്ലം ഒക്കെ ആയിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത്. അന്ന് നാട്ടികയിൽ നിന്ന് ഞാൻ അവിടെയുള്ള ഒരു മുഅല്ലിമിന്റെ കൂടെ പിന്നെ ആ സംവാദത്തിന് പോയിട്ടുണ്ട്. ഞാനന്ന് വളരെ ചെറിയ കുട്ടിയാണ്. ഇന്ന് പലരും കൊട്ടിഘോഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്കൊക്കെ നമ്മളിൽ പലരും വിചാരിച്ചിട്ട് പോലുമുണ്ട് കൊട്ടപ്പുറം സംവാദത്തിൽ സുന്നികൾ വിജയിച്ചത് വിഘടന നേതാവിന്റെ സാമർത്ഥ്യം കൊണ്ടായിരുന്നു എന്ന്.
കൊട്ടപ്പുറത്ത് കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു സമസ്ത നടത്തിയ ഒരു വിശദീകരണ സമ്മേളനത്തിലാണ് സത്യത്തിൽ കൊട്ടപ്പുറം സംവാദത്തിൽ എന്ത് സംഭവിച്ചു എന്ന് പുതിയ തലമുറയിലുള്ള സമസ്തയുടെ അനുയായികൾക്ക് പോലും കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ രത്നചുരുക്കം ഇങ്ങനെയായിരുന്നു. മുന്നിൽ നിന്നിരുന്നത് ഇന്നത്തെ വിഘടന നേതാവായിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വിഷയങ്ങളൊക്കെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദായിരുന്നു. അതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് നടത്തിയ വിഷയാവതരണമാണ് സത്യത്തിൽ വിഘടന നേതാവിന് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുത്തത് എന്ന് അതിൽ പങ്കെടുത്ത പണ്ഡിതന്മാരും അത് കേൾക്കാൻ സാധിച്ച വിവരമുള്ള ആളുകളുമൊക്കെ മനസ്സിലാക്കിയ കാര്യമാണ്. മുസ്തഫ ഫൈസി ആ കാര്യമൊക്കെ വിശദമായി കൊട്ടപ്പുറത്ത് നടന്ന കൊട്ടപ്പുറം സംവാദം വിശദീകരണ സമ്മേളനത്തിൽ വെച്ച് അവതരിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് നടത്തിയ വിഷയാവതരണത്തിന്റെ പ്രത്യേകതയാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. നാട്ടിക ഉസ്താദ് ദിവസങ്ങളോളം ഇരുന്നു കൊണ്ട് കിതാബുകൾ മറിച്ച് ഉറക്കമൊഴിച്ചിരുന്നുണ്ടാക്കിയ പ്രസംഗത്തിന് വേണ്ടിയുള്ള നോട്ട് തിരക്കിനിടയിൽ കൊട്ടപ്പുറത്തേക്ക് പോരുമ്പോൾ ഉസ്താദ് എടുക്കാൻ മറന്നു. കൊട്ടപ്പുറത്ത് എത്തിയതിനു ശേഷമാണ് നോട്ട് കയ്യിലില്ല എന്നുള്ള വിവരം ഉസ്താദിന് മനസ്സിലാകുന്നത്. സാധാരണ പ്രസംഗമല്ല, വാദപ്രതിവാദത്തിന് വിഷയം അവതരിപ്പിക്കാനുള്ള നോട്ടാണ് മറന്നുവെച്ചത്. എന്നിട്ട് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് തന്റെ ഓർമ്മയിൽ നിന്നെടുത്തുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ യാതൊരു കൂശലും പതറലുമില്ലാതെ അവതരിപ്പിച്ചത് കണ്ട് പ്രതിപക്ഷത്തിന്റെ പണ്ഡിതന്മാർ പോലും അത്ഭുതസ്തബ്ധരായി എന്ന് ആ വിഷയം പിന്നീട് ബഹുമാനപ്പെട്ട അലവി ഫൈസി കുളപ്പറമ്പ് അനുസ്മരിക്കുന്നത് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ആ സംവാദത്തിൽ കേൾക്കാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിലും ഞാനന്ന് വളരെ ചെറിയ കുട്ടിയാണ്. നമുക്കന്ന് എന്ത് വാദപ്രതിവാദം സുന്നികൾ ജയിച്ചാലും സിന്ദാബാദ് വിളിക്കാന്നല്ലാതെ കൃത്യമായിട്ട് എന്താണ് ആശയം എന്നൊന്നും അറിയാത്തൊരു കാലം, അത്രക്കും ചെറുതാണ്. ഞാൻ 7ാം ക്ലാസ്സിലേക്ക് മദ്രസ 7ാം ക്ലാസ്സിലേക്ക് ജയിച്ച ഉടനെ കിതാബ് ഓതാൻ വേണ്ടി നാട്ടികയിലേക്ക് എന്റെ മുന്നേ പറഞ്ഞയച്ചതാ. അപ്പോൾ ഞാൻ ചെറിയ പ്രായമാണ്, അന്ന് കാര്യങ്ങളെ ബോധത്തോടുകൂടി മനസ്സിലാക്കാനുള്ള പ്രായത്തിലൊന്നും എത്തിയിട്ടില്ല. അപ്പൊ ചുരുക്കത്തിൽ പിന്നെ വാദപ്രതിവാദത്തിന്റെ സ്റ്റേജിൽ വിഷയം അവതരിപ്പിക്കാനുള്ള നോട്ട് മറന്നുവെച്ചിട്ട് പോലും ആ വിഷയത്തിൽ യാതൊരു കൂസലുമില്ലാതെ കൃത്യമായി തന്റെ ഓർമ്മശക്തിയിൽ നിന്ന് എടുത്തുകൊണ്ട് നാട്ടിക ഉസ്താദ് വിഷയം അവതരിപ്പിക്കുകയും ആ വിഷയം അവതരിപ്പിച്ചത് കേട്ടതുകൊണ്ട് തന്നെ അക്കാലത്തുണ്ടായിരുന്ന അവിടെ പങ്കെടുത്ത മുജാഹിദ് നേതാക്കന്മാർ അന്താളിക്കുകയും ചെയ്തു. ആ അന്താളിപ്പിലാണ് സത്യത്തിൽ വിഘടിത നേതാവ് പിന്നെ ചോദ്യം ചോദിക്കാനും മറുപടി പറയാനും ഒക്കെയായി എഴുന്നേറ്റ് നിൽക്കുന്നത്. ഉസ്താദിന്റെ വിഷയാവതരണത്തോടുകൂടി തന്നെ സുന്നികളുടെ വിജയം 99% അതിൽ പിടിച്ചുകൊണ്ടാണ് പിന്നീട് ഇന്നത്തെ വിഘടിത നേതാവ് കാര്യങ്ങളെ പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന രൂപത്തിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് എന്നതാണ് സത്യത്തിലുള്ള വസ്തുത. പിന്നീട് അതിന്റെ ഒക്കെ പുറമെ അദ്ദേഹം വിഷയം അവതരിപ്പിക്കുമ്പോഴും പിന്നിലിരുന്നു കൊണ്ട് കിതാബുകളുടെ ഇബാറത്തുകൾ കൃത്യമായി ഓരോ പോയിന്റ് വരുമ്പോഴും കൃത്യമായി അതിന്റെ ഇബാറത്തുകൾ മുന്നിലേക്ക് നീക്കിക്കൊടുത്തിരുന്നതും ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദായിരുന്നു എന്നുള്ള വസ്തുതയും ബഹുമാനപ്പെട്ട മുസ്തഫ ഫൈസിയൊക്കെ അനുസ്മരിച്ചത് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇവിടെ കാമത്ത് കൊടുക്കാനായി ഇഷാക്കതുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ സാമീപ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പലപ്പോഴും ഇപ്പൊ ഇന്നത്തെ പിന്നെ പള്ളിക്കൽ ബസാറിലെ വിഷയത്തിലൊക്കെ സത്യത്തിൽ ഇന്ന് തന്നെ അവിടെ സ്റ്റേജ് വെട്ടുമായിരുന്നു ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് ഉണ്ടായിരുന്നെങ്കിൽ. എന്നിട്ട് പിന്നീട് ഒരിക്കലും ആ ഭാഗത്ത് മുളച്ചു പൊന്താൻ പോലും
അത്യുസ്താദിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മണ്ടിയ സ്ഥലത്ത് പുല്ല് മുളക്കൂല എന്ന് പറയണ പോലെ ആ രൂപത്തിൽ അവരെ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾ കാണിച്ചു തന്ന അധീരമായ പാത കൈവിടാതെ സമസ്തയ്ക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മുന്നോട്ട് നീങ്ങാൻ നമ്മുടെ സമാദരണീയരായ നേതൃത്വത്തിന്, വിശിഷ്യ നമ്മുടെ ഇസ്തിഖാമയുടെ നേതാക്കന്മാർക്ക് എല്ലാവിധ ഇസ്സത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം വിരമിക്കുകയാണ്. ബന്ധപ്പെട്ട ആളുകൾ മൈക്കിലേക്ക് വരണമെന്ന് വിനീതമായി ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത ചർച്ചയിൽ ഞാനും സാധിക്കുന്ന രൂപത്തിൽ പങ്കെടുക്കുന്നതാണ്. ബഹുമാനപ്പെട്ട RCKP ഒക്കെ ഉണ്ടാകും. ഇന്നത്തെ ഈ വിഷയം കൃത്യമായി ആളുകൾക്കിടയിൽ അഥവാ കേരളത്തിൽ ഇവരുടെ അവസ്ഥ ഇതാണ്. 502-ൽ 12 എന്നത് തന്നെയാണ് കേരളത്തിലെ ഏതൊക്കെ മഹല്ലുകളിൽ ഇവർ അവകാശവാദം ഉന്നയിക്കുന്നുവോ അവിടുത്തെ ഒക്കെ അവസ്ഥ ഇതിൽ നിന്ന് ഭിന്നമല്ല എന്ന് കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഈ ഒരു സംഭവം നമുക്ക് കാരണമാകണം. അതിനുവേണ്ടി വിശിഷ്യ നമ്മുടെ ഈ അടുത്ത കാലത്ത് സമസ്തക്ക് നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ഒരുപാട് വിജയങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഈ എളിയ സേവനമാണ്. അഥവാ സമസ്തയായ ഒരുപാട് വിജയങ്ങൾക്ക് തുടക്കം എന്നുള്ളത് നമ്മൾ അഭിമാനത്തോടെ പറയാൻ ഒരിക്കലും നമ്മൾ അഹങ്കരിക്കുന്നില്ല. അല്ലാഹുവിന്റെ സഹായമാണ്. കാരണം നമ്മൾ നിൽക്കുന്നത് സത്യത്തിന്റെ പക്ഷത്താണ്. സത്യം തുറന്നു പറഞ്ഞുകൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. അത് തുറന്നു പറയാൻ പലപ്പോഴും നമ്മൾ പല പ്രതിബന്ധങ്ങളും കാരണം നാട്ടിൽ കുഴപ്പമുണ്ടാകുമോ, ഒരു പ്രശ്നമുണ്ടാക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മുടെ പ്രാദേശിക നേതൃത്വവും പണ്ഡിതന്മാർ വരെയും അതിൽ നിന്നൊക്കെ പിന്നോട്ട് നിൽക്കുന്നതാണ്. പലപ്പോഴും ഈ വിഭാഗക്കാർ ഇങ്ങനെ വളർന്നു എന്ന് സമൂഹത്തിന് തോന്നാൻ കാരണം സത്യത്തിൽ അവർ വളർന്നിട്ടില്ല എങ്കിലും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് കീഴിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കാനും ഇഖ്ലാസോടെ പ്രവർത്തിക്കാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. നാട്ടികുസ്താദിനെ കുറിച്ചുള്ള ലൈവ് സെമിനാർ കഴിഞ്ഞതിന് ശേഷം സ്വന്തം ശിഷ്യനായ ശംസുദ്ദീൻ ഫൈസ് ഉസ്താദ് തന്നെ ക്ലാസ് റൂമിലൂടെ അല്പം അനുസ്മരിച്ചു. അൽഹംദുലില്ലാ. കൂടാതെ പള്ളിക്കൽ ബസാറിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ചർച്ചയിൽ ഉസ്താദും ഉണ്ടാവും. അതുപോലെ നൗഷാദ് സാഹിബ്, ARCKP സമദ് വൈൽ ഉസ്താദ് ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് നമ്മൾ മറ്റു അഡ്മിന്മാരും ഒക്കെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ചർച്ച ആരംഭിക്കുകയാണ്. ഉസ്താദാണ് എന്റെ തുടക്കം കുറിച്ചത്. ARCKP കേൾക്കുന്നുണ്ട്. അബ്ദുറഹ്മാൻ സാഹിബ്, വഹാബികളെ കൂട്ടിയിട്ട് പോലും 12 വോട്ട്, ജിഷാന് കിട്ടിയ മുടിന്റെ എണ്ണം 18, APക്ക് കിട്ടിയ വോട്ടിന്റെ എണ്ണം 12. ജീലാനിക്കാരുടെ റൂമിൽ ഐഡിന്റെ എണ്ണം കൂടിയും കിട്ടിയില്ലോ പള്ളിക്ക് ബസാർ മഹലില്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ARCKP സുന്നീസൊക്കെ പറയും. സംശയമുള്ളവർക്ക് മൈക്കിൽ വരാം. 12 ഇല്ല, ഇങ്ങനെ കുറക്കണ്ട. നമ്മള് 3 or 4 മുർത്തികൾ എന്ന് പറയലുണ്ട് സാധാരണ. അപ്പൊ 3 × 4 12 അങ്ങനെ കൂട്ടിയാൽ മതി. 2 വോട്ട് നമ്മൾ വിട്ടുകൊടുക്കുക. 12 കിട്ടിക്കോട്ടെ, ഇനി നമ്മൾ 10 എന്ന് പറയണ്ട, മോശമാക്കണ്ട. എന്നാലും ഇങ്ങനെ ഉണ്ടാകും ഒരു തോൽവി. തോൽക്കലുണ്ട്, ഇങ്ങനെ ഉണ്ടാവോ? വഹാബി സക്കാഫിയുടെ മിഞ്ഞാന്ന് വന്ന് ആടെ ഇരുന്ന്